ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ദുബായിൽ നമ്മുടെ റൂമിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുജേറയ്ക്ക് പോകണം. ഫുജേറയിൽ നമുക്കൊരു പബ്ബിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മളപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകണം ഗായ്സ്. അപ്പോൾ പോണേറ്റ് പിന്നെ ഒരു ഡയലോഗ് കൂടി ഉണ്ട് കേട്ടോ, കേട്ടോ. Powerful people coming from powerful place. അല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോണ വണ്ടിയിട്ടാണ്. അതാണ് അപ്പോൾ നമ്മൾ പോണ വണ്ടി. അപ്പോൾ ഇതിൽ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പോണേ. അവിടെ ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബാഗ് വേറെ ഒരുത്തം വരാണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യണം. വണ്ടിയിൽ ഒരു കയറിയുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്. അതിനുണ്ട് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അതാ ഫെയിൽ നമ്മളെ ഡ്രൈവർക്ക് എന്താ പറയാലോ, മലയാളി ഗായ്സ്. ഇതാണ് നമ്മുടെ വില്ലാണ്. ഇതുവരെ കാണിച്ചിട്ടില്ല, കാണിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതേതാ സ്ഥലം? റാസൽഗോഡ് റൂട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡൊക്കെ വ്യൂ വരാം. അവിടെ നല്ല വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സൈഡൊക്കെ നമ്മുടെ ഇതിന്റെ ഇതാ ഹോട്ടല്. അപ്പൊ നമ്മള് എല്ലാരും കൂടി ഒരു പാട്ട് പാടാൻ പോണു. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്താലോ? പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. മരണ വീട്ടിൽ കല്ലാളിയാ പോകുന്നേ. അമ്പാനെ പാട്ട് മാറ്റി വേറെ പാട്ട്. ഓ, അവിടെ വേറെ പാട്ട് വാ. പൂമോളല്ലേ മധുവർണ്ണ പൂവല്ലേ, പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. കരിവളക്കിലിങ്ങണ കയ്യാലേ വിരതൊട്ടി വിളിക്കണതാരാണ്? തനിവളക്കിലിങ്ങണ കയ്യാലേ വിരതൊട്ടി വിളിക്കണതാരാണ്? മൊയ്തിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശ്വതി ഉറങ്ങണതാരാണ്? മൊയ്തിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശ്വതി ഉറങ്ങണതാരാണ്? ഇലക്കിന്റെ നാളം പോലെ കുന്തൂവൽ വീശും മാറ്റേറും മഴക്കാറ്. ഓ, കളിയാടി കാണാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ. എൻ ഹൃദയത്തിൽ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാറും മധുപാത്രത്തിലെ, നിൻമിഴിയാറും മധുപാത്രത്തിലെ മധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. കരിവീര എന്നോടൊന്നും ചൊല്ലില്ല. അങ്ങനെ ഞങ്ങൾ വൈബായിട്ട് പോവാണ്. ഡ്രൈവർക്ക് സഹിക്കാൻ പറ്റാത്ത പാട്ടിടുന്നുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് അടിക്കണോണ്ട് നമ്മൾ പാട്ടൊന്നും അധികം ഇടില്ല കേട്ടോ. ആ പാട്ട് കൊടുക്കും, ആരെയും പാടണ്ട. നോക്കിയ നമ്മള് അറ്റത്ത് മരുഭൂമിയുടെ അറ്റത്താണ്, മലയുടെ അടുത്ത് ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. കാണാൻ പറ്റണോന്ന് അറിയില്ല. നൈസ് വൈബ്. ഗൈസ്, അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നൈസായിട്ട് ഫുഡ് കഴിക്കാൻ കയറാണ്. അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ഇവരെല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ.
നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കുന്നത് എന്താ പോണ വഴിക്കുള്ളൊരു ഷോപ്പിലാണ്. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. എന്താ ഫുഡ് എന്നൊന്നും അറിയില്ല, ഉള്ളിൽ പോയിട്ട് നോക്കാം. ഓക്കെ. എടാ നീ എന്ത് ഫുഡാണ് കഴിക്കാൻ എനിക്ക് താല്പര്യം? ഇന്നലെ ഫുൾ ബിരിയാണി ആയതുകൊണ്ട് ഇന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ ഫുൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മീൽസ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നൊരു മീൽസ് ട്രൈ ചെയ്ത് രാവിലെ തന്നെ മീൽസ് കഴിക്കണോ എന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വീക്കറല്ലേ പൈസ നമ്മളിങ്ങനെ ഉള്ളിൽ കയറണം. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ആളോടെ ഇരിക്കുന്നുണ്ട്. എന്താണ് കഴിക്കുന്നത് പറ എന്ത് പാട്ട് കേട്ട് അതിൻ്റെ ആവേശം ഇതുവരെ തീർന്നിട്ടില്ല. പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. കണ്ടില്ല ബാക്കിയുള്ളതൊക്കെ ഒരു പരിപ്പോട് വരുമോ? പരിപ്പോടാ ബാക്കിയുള്ളവർ വന്നിട്ട് പറയാം നീന്റെ സ്വന്തമുണ്ടാകുവാ പാട്ട് പറഞ്ഞാണ്ട് ഇതൊന്നും ഇതുവരെ മാറിയിട്ടില്ല. നമ്മളടുത്താൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓണർ. ഇവരിനെ ആരും ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് നമ്മുടെ ഫൈസലിക്ക വീട് എവിടെയാണോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. വേണ്ടപ്പെട്ട പയ്യനാണ് എൻ്റെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഫൈസലിക്കനെ പറഞ്ഞു പരിചയപ്പെട്ടു. My name is Abdul Jain. ജയൻ അതൊക്കെ ഇപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കും. നാട്ടിലെവിടെയാണ്? ലിമോസിനിലാണ് വർക്ക് ചെയ്യുന്നത്. എടാ നീ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വിസിറ്റ് ചെയ്തതാണ്. 1 year ആയിട്ട് വിസിറ്റ് ചെയ്തില്ല. ആരും പറ്റുന്ന കാര്യമൊന്നുമല്ല. 1 year 2 months വിസിറ്റ് ചെയ്താൽ അങ്ങനെ എല്ലാവർക്കും കൊണ്ടൊന്നും പറ്റത്തില്ല. 1 year 2 months വിസിറ്റ് ചെയ്ത താൻ എന്ത് ചെയ്യുന്നു? എന്നാലും എന്തെങ്കിലും എന്ത് പറയുന്നെങ്കിൽ ചോറ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫിഷ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഫിഷ് അല്ലേ? ഞാൻ രണ്ടുപേരും ഫിഷ് ബിരിയാണിയാണ്. ഇവിടെ മീൽസ് ആണെന്ന് നിർബന്ധം വിട്ട് ബിരിയാണി അപ്പോൾ എല്ലാവരും ബിരിയാണി. അതിൻ്റെ ഇടയിൽ ഒരാൾ പരിപ്പോട് കഴിക്കുന്നു. അത് തട്ടിപ്പുറച്ച് കഴിക്കാൻ വിഷയങ്ങൾ നമ്മളെ പരിപ്പോടനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. പരിപ്പോടനെ കുറിച്ച് പറയാം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പരിപ്പോട എങ്ങനെയുണ്ടെന്ന് പരിപ്പോട എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നല്ല മുറിച്ചിട്ടുണ്ട്. നല്ല എല്ലാം മറ്റേ ഈ പരിപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ മുരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സലാഡ് വന്നിട്ടുണ്ട്. സലാഡിൽ എല്ലാവരും ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാരങ്ങ എന്തെടുക്കാൻ പറയുന്നു. ഞാനും താടി നാരങ്ങ കുഴിച്ചു കുരുമുളക് ഇട്ടാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ എങ്ങനെയുണ്ട് ഫുഡ്? കഴിച്ചോട്ടെ എന്നിട്ട് പറയും. വേറെ ലെവല് ഫുഡ് കിട്ടണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. ഫസ്റ്റ് കഴിച്ചാൽ പറഞ്ഞത് അങ്ങനെയാണ്. നല്ല ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് അപ്പോൾ ഇതാണ് കിങ് ഫിഷ് മീൻ. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാണല്ലേ ഇംഗ്ലീഷിലെ പേര് കിങ് ഫിഷ്. പലയിടത്തേക്കൊന്നും അയക്കൂല. അതെന്നാലും കുഴപ്പമില്ല. മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ലൈഫ് പോയി ഞാനും പോയി മാത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ കൈയായിട്ട് വരാം. പോയോ കഴിച്ച് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ടൈറ്റായിട്ട് വയറൊക്കെ. അപ്പോൾ ഇതേത് റോഡ്? കുജേറ മലിയാർ റോഡ്. അവിടെയുള്ള നമ്മളെ അപ്പോൾ
അവിടെ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾ എല്ലാവരും വേണം ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കും. ഇവിടുന്ന് ഷോപ്പോട്ടോ പോയി ഗൈസ്. അവിടെ നമ്മളെ ഒട്ടകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടകത്തെ കാണാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഭക്ഷണം കഴിച്ചതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ നമ്മൾ ഒട്ടകല്ലേ, ഒട്ടകം തേർന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. കണ്ടു ഇല്ലാലും മുന്നേ കൊണ്ടിട്ടുണ്ടോ. വെയിലാട്ടോ, രക്ഷയിലത്ത് വെയിൽ കാര്യങ്ങളൊക്കെയാണ്. നല്ല വൈബ് പ്ലേസ് ഒക്കെ ആയിട്ടും നല്ല മരി കാര്യങ്ങളൊക്കെ കാണാൻ കൊണ്ടുണ്ട്. ഞാനില്ല പുറത്ത് കയറി കാണിക്കും. അതിനെ ഹായ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒട്ടകത്തിനെ കൊണ്ട് നൈസായിട്ട് തിരിച്ചു പോവാണേ. അപ്പോൾ നോക്കിയിട്ട് വെറൈറ്റി രണ്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏത് കിലോ ഇവർ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ടെൻസെറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ലട്ടാ. നീ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും. മരുന്നിൻ്റെ കുപ്പിയില്ലേ അതുപോലത്തെ ഒരു കുപ്പിയിൽ. പിന്നെ നമ്മൾ കണ്ടത് അടിപൊളി പല കളറ് ഒരു പീച്ച് എഡിഷൻ സാധനം വാങ്ങിച്ചിട്ട്. എങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. അടിഷൻ പോരാ, ഫീച്ചേഴ്സും പോരാ. ഓ നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, ഒരു വെറൈറ്റി. നമ്മൾ കുടിക്കണതിനൊക്കെ ഒരു വേറൊരു ഫീലിംഗ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ പോകണേ. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് നൈസായിരുന്നു, നല്ല ഫുള്ളായി. ഫുഡ് എങ്ങനെയുണ്ട്? വയറ് നല്ല ഫുള്ളായി. ഫുഡ് ഞാൻ അപ്പോൾ തന്നെ പോയി. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് കാണിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞു. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് വഴിയും കാണിച്ച് എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടില്ല. നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെ കഴിക്കണം. നമ്മൾ കുറച്ച് അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണേണ്ട ഇതിന് ശേഷം ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ട് കണ്ടോ. എല്ലാ മലയും പച്ചപ്പ് വന്നു തുടങ്ങി കണ്ടോ. ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ മുന്നേ ഇവിടെ ഒന്നും പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുജിയറ എത്താറായി. നമ്മൾ ഫുജിയറയുടെ സെൻറ്ററിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കിട്ടില്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് ഫുജിയറയിലുള്ളത് കേട്ടോ. നല്ല വൈബുണ്ട് കാണാൻ. നമ്മൾ ഹോട്ടലിനെ കുറിച്ച് ആഷിഫ് പറയുന്ന 2 വാക്കുകൾ പറയൂ ആഷിഫ്. ഈ ഹോട്ടല് ഈ ഒരു ഏരിയയിൽ തന്നെ ബാക്കി ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോൾ ആദ്യമുള്ളൊരു ഹോട്ടലത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഹോട്ടലാണ്. ഒരുപാട് പുരാതന ഹോട്ടൽ എന്ന് പറയില്ലേ, ഒരു സാധാരണ ഹോട്ടലായിരുന്നു. ഡി ജെ ക്ലബായി മാറാൻ പോവാ. നമ്മളത് ഡി ജെ ക്ലബ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. Okay. Now we need to make it something fishy. Something fishy. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് കേട്ടോ. നമ്മൾ ഡി ജെ പബ്ബായി മാറ്റാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ അതിൻ്റെ നമ്മളിതുവരെ വിൽക്കാൻ പോകണ. ഇതാണ് നമ്മളെ സേഫ്റ്റിലി ഇങ്ങോട്ട് എത്തിച്ച മനുഷ്യൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രീ വേണം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം വന്നിട്ട് മുന്നേ കുറേ ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
ഇത് നമ്മൾ ഇന്നത്തെ ഒരു ഇൻസ്റ്റാളേഷൻ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതൊരു DJ പബ്ബായി മാറുന്നതായിരിക്കും. അത്യാവശ്യം ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂവിങ് വാഷ്, ഷാർപ്പി, പിക്സൽസ്, അങ്ങനെ കുറേ ലൈറ്റ്സുകളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യും സ്ഥാനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പൂണ്ട നമ്മളിവിടെ ഒറ്റയ്ക്ക് പോവാന്ന് പറയുന്നത് കഴിഞ്ഞില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ പുജിയറയ്ക്ക് എത്തിയതിന് ശേഷം കുറേ നേരം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പബ്ബ് കാണിച്ചിരുന്നു, ആ പബ്ബിൻ്റെ ഉള്ളിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ റൂമിലേക്ക് എത്തി. റൂമെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ കയറി അലമ്പാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനും നമ്മുടെ ഹിലാലൊന്നല്ല, ഇവനൊന്നും കിടക്കില്ല. ഇത് നമ്മുടെ വാഷ്റൂമൊക്കെ കാണിച്ചിട്ട് രാവിലെ കാണിച്ചാൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് രാത്രിത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ കട്ടിലിൽ കയറി റൂം നമ്പർ പുറത്ത് എഴുതിണ്ടാ. ബാക്കി 2 പേരില്ലേ നമ്മളെ കൂടെ വന്ന ബാക്കി 2 പേര് അപ്പുറത്തെ റൂമിലാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഉറങ്ങുന്ന വീഡിയോ കാണിച്ചു തന്നാട്ടാ. അപ്പം ഞാൻ എന്താ പറയുക, ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രഷായി ബാത്റൂമിൽ ഫ്രഷായി വാഷിഫ് ഫ്രഷാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ രാവിലെ അവർക്ക് പേസ്റ്റ് വേണമെന്നാണ്. പേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ പേസ്റ്റ് എടുത്തിട്ട് വരാം. പേസ്റ്റ് എടുത്ത് ബാത്റൂം പോയിട്ട് എന്താണ് ബാത്റൂം കാര്യങ്ങൾ ഞാനൊക്കെ പേസ്റ്റ് കൊടുത്തിട്ട് വരാം. ഉമ്മ 2 ദിവസം ഓടി വെച്ചിട്ടില്ല. ഗൈസ്, ഇതാണ് എനിക്ക് പേസ്റ്റ്. എനിക്ക് പോലില്ല. എങ്ങനെയാന്ന് ഉറക്കും? എങ്ങനെയാന്ന് ഉറക്കും? ടാറ്റ. പെട്ടെന്ന് ഞാൻ പൂളൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പൂളൊന്ന് കാണാം. നല്ല ഇരിക്കാൻ പറ്റില്ല. നല്ല വെയിലായിട്ടാണോ രാവിലെ എണീച്ചപ്പോൾ തന്നെ. രാത്രിക്ക് വൈബടിച്ചിരിക്കാം. തൊട്ടപ്പുറത്ത് തന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കഴിച്ചപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ പരിപാടിയാണ്. വെള്ളമൊക്കെ കിട്ടാം. കോഫിയൊക്കെ കടിച്ച് നൈസായിട്ട് അടുത്ത പണി നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ കോഫിയൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകണം. കാരണം അടുത്ത പരിപാടി സ്വിച്ച് ഇട്ടാൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. നിങ്ങൾ പ്രത്യേകം 2 ഗ്ലാസ് ഉണ്ട്. 2 പേർക്ക് ചായ കുടിക്കാനായിട്ട് 2 ഗ്ലാസ്. ഇപ്പം തന്നെ പൊട്ടേനെ നമുക്ക് പഞ്ചസാര ഇട്ട് വയ്ക്കാം. എനിക്ക് കുറച്ച് പഞ്ചസാര കൂടുതലാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് രസം മാറുന്നവരെ ശ്രദ്ധിക്കുക. ക്യാമറയിൽ പെട്ടാൽ പണി പോകണം. അവിടെ ആരോ ഡ്രസ്സ് മാറുന്നു. കഴിച്ചപ്പോൾ നമ്മൾ കോഫിയുടെ പൊടികളെല്ലാം ഇട്ട് കഴിയും. പഞ്ചസാര ഇട്ടു, കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് കോഫി റെഡി. വെള്ളം സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടുവെള്ളം ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ടും
എന്നിട്ട് നമ്മൾ ഈ സ്പൂണുണ്ട് ഇതൊരു തരണ്ടാണ് കോഫിക്ക് ഇങ്ങനെ ഇളക്കി പിന്നെ സ്പൂണിൽ പിന്നെ ഇളക്കി പിന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ടാണ്. അപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ പോകുകയാണ്. നല്ല വൃത്തി കേട്ടോ, വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ ഇനി ഇത് സൂപ്പറല്ലേ, എല്ലാ പൗഡറും ചെയ്യണോ, ഒന്നും നോക്കില്ല. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കടുപ്പും കൂട്ടിയിട്ട് കോഫി ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഉറക്കം നിൽക്കില്ല. നമുക്ക് എന്താ പറയുക, ഉറക്കമൊക്കെ കണ്ട് ഓടിപ്പോവും. പലരും പറയും നമ്മൾ തളരരുത്. പൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോവാണ്, നമ്മൾ വർക്കിന് പോവാണ്. പിന്നെ നേരെ വർക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വൈകിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ, ഉള്ളിറങ്ങാൻ പറ്റും നോക്കാം നമുക്ക്. അവരുടെ റൂം കിട്ടാൻ നേരെ ഓപ്പോസിറ്റ് ഗായ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ വർക്ക് സൈറ്റിലെത്തി. നമ്മളിവിടുത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മിക്സർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ചേട്ടാ ലാസ്റ്റ് ഇതെല്ലാം വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കുക ഇവിടെ എന്താ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന് മുന്നേ കാണിക്കുമ്പോൾ ഒരു സുഖമില്ല. ഹലോ, അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിയുന്നത് എടുക്കാൻ പറ്റില്ല, മറന്നുപോയി. ഫുഡ് കഴിയുന്നത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് അവിടെ കഴിച്ചത്. അയ്യോ വേണ്ടായി, ചെറിയ വെയിലൊക്കെ ഉണ്ട്, ചെറിയ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളത് ഹോട്ടലിൻ്റെ പുറത്തെ കാഴ്ചകളായിട്ട് രാത്രിയത്തെ ഫുജിറ ടൗണിലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോകണ എൻട്രൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി വർക്കൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് എടുത്തു എന്നുള്ളോട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ റൂമിൽ പോട്ടെ. ഓക്കെ, തെറ്റാ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ ലാസ്റ്റ് ഗായ്സ്. നമ്മളെ രാവിലെ വെച്ചാൽ പൂളിൽ രാത്രിയിൽ കഴിച്ചാലാട്ടണം. നല്ല വൈബായിട്ട് ഇപ്പോൾ പുള്ളി 9 മണി വിട്ടിട്ട് 9 മണി വരെ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ രാത്രി ക്ലോസ് ചെയ്തേക്കാണ്. അപ്പം ഞാനിപ്പോൾ റൂമിൽ പോവാം. എൻ്റെ കയ്യിൽ കീഴുണ്ട്. ആ ഷിഫ്റ്റ് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇവര് രണ്ടുപേരും കയറി റൂം അടക്കി കുറ്റിയിട്ട് ഞങ്ങളിത് റൂമിലേക്ക് കയറിയിട്ടില്ല. നീ പറ്റും ചോപ്പ് കളറിലേക്ക് വലിഞ്ഞു കയറി കുറച്ച് പേര് റൂമിലേക്ക് വരും. എന്തിനാ വലിഞ്ഞേറി വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ, പക്ഷെ എനിക്ക്. ഹലോ ഗായ്സ്, നമ്മുടെ ഹിലാലും ഗായ്സ് നമ്മളെ ഉണ്ടാക്കിയ ഹരയാണ്. ഹലോ ഗായ്സ്, നമ്മൾ ഹിലാലുണ്ടാക്കിയ ഹരനാട്ടത്. ഇത് 2 ടവലുണ്ടെങ്കിൽ 2 ഉണ്ടാക്കി, ഒരെണ്ണുള്ളതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയാണ്. ചുണ്ടു നോക്കി ഇതായിരിക്കുന്നു കേട്ടോ കലാകാരൻ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി ഇതൊക്കെ ഉപകാരം ഉണ്ട് കണ്ടോ. ഇങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടും. നമുക്ക് ഇനി വേറൊരു ദിവസം ഇതുപോലെ തന്നെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ പുറത്തിറങ്ങാം കേട്ടോ, എല്ലാവരും ഉണ്ട് കൂടെ. ഓക്കെ, ഫുജിറ ടൗണ് ഇന്നലെ രാത്രി കണ്ടില്ലേ, രാവിലെ കാണാൻ ഭയങ്കര വൈബാട്ടാവും. നമുക്ക് അറ്റത്ത് കുറേ മലയുടെ മേലാണ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു പമ്പുണ്ട്, പമ്പിൽ പോയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അപ്പുറത്ത് കടലുണ്ട്, കടലിൽ പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൊള്ളിയായിരിക്കും. മെല്ലെ ഇവിടെ ആർമിയുടെ ഒക്കെ കുറേ മല തന്നെ പറഞ്ഞു. അതിനുണ്ടോ രാവിലെ പുറത്തിറങ്ങി നല്ല വൈകില്ലേ സൺറൈസ്. ഗായ്സ്, നമ്മൾ അറ്റത്ത് കണ്ടട്ടെ ബീച്ചും കാര്യങ്ങളൊക്കെ. അതവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഹിലാൽ ബ്രോ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ പമ്പിലേക്ക് പോകും. ഇന്ന് നമ്മൾ ബീച്ചിലേക്ക് പോകൂലെന്ന് അറിയില്ല, നാളെ പോകാൻ പറ്റും തോന്നുന്നില്ല. ചിലപ്പോൾ ഇന്ന് പോവും, അതേ നാളെ പോകും. നാളെ പോകും ഉറപ്പാണ്.
ബാക്കിൽ നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വേണ്ടി ഇതെന്താ കാര്യങ്ങളൊന്നും നമ്മൾ ആശുപോടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പാട്ടൊക്കെ കയറിയിട്ട് പാട്ടൊക്കെ പാടിയിരുന്നു. പ്രാന്തന പോയ മതി. സൂര്യൻ ഉച്ചർന്ന് കിട്ടിയാവും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നേരെ ഇതിവിടെ നമ്മളെ മക്ഡൊണാൾഡ്സ്. അപ്പം മക്ഡൊണാൾഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോണേ. ആർക്കൊക്കെ ഐസ്ക്രീം വേണോ? എനിക്ക് ഐസ്ക്രീം വേണോ? ഇവിടുത്തെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? പിന്നെ മൂന്നുണ്ട്. ഗൈസ്, അപ്പം മക്ഡൊണാൾഡിൽ ഐസ്ക്രീം ഇവിടെ കാണാണ്ട്, പക്ഷേ ഐസ്ക്രീം ഇവിടെ ഇല്ല. ഞങ്ങൾ പോവാണ്. നമുക്കില്ല. അപ്പം നമുക്ക് ഇനി അപ്പുറത്തുനിന്ന് ഐസ്ക്രീം കിട്ടുമോ നോക്കാം. ഐസ്ക്രീമിൻ്റെ മെയിൻ മാത്രം കട ബാസ്കറ്റ് റൂബീസിൻ്റെ മെയിൻ ഐസ്ക്രീമിൻ്റെ കടയത് മണ്ട. ഇത് നമ്മളെ 2 രൂപയുടെ ഐസ്ക്രീം കിട്ടിയില്ല, പക്ഷെ അത് ഭയങ്കര 2 രൂപയുടെ ഐസ്ക്രീം എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിൽ ഐസ്ക്രീമാണ്. പക്ഷെ ഇവിടെയും ടേസ്റ്റിൽ ഐസ്ക്രീമാണ്, പക്ഷെ ഭയങ്കര പൈസയാണ്. ചുറ്റുക ഇതിൽ രസമുണ്ട്. ഞാനും ഇത് പിടി ഞാനും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ട് അപ്പുറത്ത് കാണാൻ ഐസ്ക്രീം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം അണയ്ക്കുന്നത് ഇത് കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട്. ഓക്കെ, ഓടാ നീ എന്തോ കാണിക്കണേ? സാനിറ്റൈസ്. നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഒരാളോടെ കഴിച്ചു തുടങ്ങി. ചെറിയൊരു ഷാള് വരുന്നുണ്ട്. നമ്മൾ 24 ഇതിലിട്ടും ഷാള കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഹലോ ഗൈസ്, അപ്പം നമുക്ക് അങ്ങനെ ചോക്ലേറ്റ് കിട്ടി, അങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ കപ്പിലാണ് ഐസ്ക്രീംസ്. ഇതെന്താ അറിയിക്കുക? ഇതെന്താ? ചോക്ലേറ്റ് അതിന് കാരമൽ ഐസ്ക്രീമാണ്. എങ്ങനെയാണ് റേറ്റ് ആവും വിചാരിക്കാം. അത് വലിയ ടേസ്റ്റിലാണ്. നമ്മൾ നോക്കുന്നത് തന്നെ നമുക്ക് വായിച്ചെടുക്കും ഗൈസ്. അന്ന് നീ നേരത്തെ പറയാമെന്നില്ല, എന്താ പറയുന്നത്? ഇവിടെ അവിടെ വെയിലടിക്കുന്ന കാണാനില്ല. അതുണ്ടോ, ഞാൻ ഇപ്പോൾ ഈ ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്. അത് ആ ചിരിച്ചോണ്ടിരിക്കുന്ന പുള്ളിയുണ്ടാവും. ചോദിച്ചേ എന്താ കാര്യം പറ. ഇത് രാവിലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം ഈവനിങ് ആവുമ്പോഴേക്കും ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ ആയിട്ട് മെല്ലേനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടന്നിട്ട് കടയിൽ പോകുമെന്നറിയില്ല. ഞാൻ പരമാവധി പറഞ്ഞു നോക്കാം കടയിൽ പോകുന്നു. ഭയങ്കര വെയിലൊക്കെ വന്ന് തുടങ്ങി. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. ഇവരാണ് സമ്മതിക്കാറ് തീരെ. ഇനി കടൽ കണ്ടാലോ ബാക്കി എല്ലാവരും ഓക്കെയാണ്. ഈ തെണ്ടി സമ്മതിക്കുന്നില്ല. കണ്ടോ, എന്നാലും നോക്കി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ പറഞ്ഞത്? അങ്ങോട്ട് പോകാൻ പറ്റില്ല ഏരിയ അത്. കാരണം ആ കാരണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു കുറെ സ്റ്റിക്കുകളായിട്ട് കണ്ടില്ലേ? ജാമറാണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് നടക്കാൻ പോകണം. ശരിക്കും പോകാൻ പറ്റൂ? എന്നാ വാ, നോക്കിയിട്ട് വരാം. അവര് വരുന്നില്ലാന്ന്. അവിടെ വരാം.
നമ്മൾ ഹോട്ടലിൽ നമുക്ക് ഫുഡൊക്കെ തരുന്ന ആളാട്ടോ. നമ്മളെ നാട്ടുകാരും കൂടിയാണ്. പേര് പറ. ഗുരുവായൂർ. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. തകർത്ത്. അപ്പോൾ വീണ്ടും നമ്മൾ പണിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തന്നെ. അപ്പോൾ ശരി, കാണാം. നമ്മുടെ പബ്ബിലെ ചെറിയൊരു സ്ട്രിപ്പിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഫുള്ള് മിക്സർ വെച്ചിട്ടാണ്. അപ്പോൾ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെറ്റിൻ്റെ ഒരു ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കേബിളൊക്കെ ഇട്ടിട്ട് മെയിൻ ജംഗ്ഷൻ അതാണ്. എന്താ അവിടെ നിന്ന് 2 ജംഗ്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 10-300 പിക്സൽ തന്നെ കയറേണ്ടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സിംഗിളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബൾബും കാര്യങ്ങളൊക്കെ സിംഗിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് 2 ചുമരുമായിട്ട് വരുന്നുണ്ട്. ഇവിടെയും വരും, ആ സൈഡിലും വരും. പിന്നെ ഇവിടെ കണ്ട ലൈറ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇനിയും വേറെ കുറേ ലൈറ്റ് ഡിസൈൻസൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം വേറൊരു ദിവസം നമ്മളിങ്ങോട്ട് വീണ്ടും വരും. എന്നിട്ട് വീണ്ടും കുറേ ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യും. പബ്ബ് അടുത്ത മാസം ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഓപ്പണിംഗ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം കൂടിയിട്ട് വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. ഇത് ഒരു സെറ്റപ്പ്. ഇതുപോലത്തെ സെയിം തന്നെ അപ്പുറത്ത് വേറെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ. അപ്പോൾ ഈ ഫസ്റ്റ് ഈ വാൾമോറിനും തൊട്ടപ്പുറത്ത് ഈ വാൾമോറിനും ഉണ്ടാവും മിക്സറും കാര്യങ്ങളൊക്കെ കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പൂളിൽ കുളിക്കാൻ പോവാണ്. പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് സത്യത്തിൽ നേരെ വർക്കിന് പോകുന്നതായിരുന്നു. പക്ഷേ റൂമിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൂളിലേക്ക് എത്തി. മറ്റു 2 പേര് വർക്കിന് പോയി. ഇങ്ങനെ 2 പേര് കുളിക്കാൻ പോവാണ്. Guys, wah, ayo lagi, aku tahu udah ada. Jangan ngeri lah, yang cari cadangan, yang pulih kini lah. പെട്ടെന്ന് കയറാണ്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ആവാറായി. പോട്ടെ, പെട്ടെന്ന് വെള്ളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും ഒരു വർക്കിന് പോയി. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനോ എനിക്ക് അവിടുത്തെ ഒരു കുട്ടി വെള്ളമുണ്ട്. വേഗം പോയിട്ട് അപ്പൊ ഞങ്ങളങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോവും. അവരുടെ ദിവസം വരാം. നമ്മൾ പൂളിലൊക്കെ കുളിച്ച് നൈസായിട്ട് കയറിയിട്ടാ. കയറിപ്പോഴാണ് വേറൊരു കഴിച്ചുള്ളത്. ഈത്തപ്പഴം സീസൺ ആവാറായി തുടങ്ങി. ഇവിടുത്തെ ഈത്തപ്പഴം പോയി തുടങ്ങിയണ്ട. സൂപ്പർ ഈത്തപ്പഴം കേട്ടാ. നല്ല കവറിലിട്ട് സഞ്ചിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നേട്ടാ. അപ്പോൾ റേറ്റ് ഉണ്ട്. ഇന്നാണ് പൊടിക്കേട്ടാ. ഈത്തപ്പഴം ഫ്രഷ് ടേസ്റ്റിൽ നോട്ടെ. കുരു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാ അറിയില്ല, ഞാനല്ല അത് ഇവിടെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. തുറന്നു ഇവിടെ യൂസ് ചെയ്യുന്നിട്ടാവില്ലാന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോകണം. ഇനി നേരെ ഫസ്റ്റായിട്ട് വർക്കിൻ്റെ പോട്ടെ. ഓക്കെ ബൈ. പുഴുവയ്ക്ക് തുല്യം പുഴു. ഹലോ ഗായ്സ്, അപ്പോൾ രാത്രിത്തെ ഒരു ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത്. സൗണ്ടൊക്കെ പോയി. സമയം 12 മണി, സോറി 2 മണിയായിട്ട് ഇവിടുത്തെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് അയ്യോ നമ്മൾ 2-3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ലൈറ്റ് കെടുത്തിയിട്ട് എങ്ങനെയുണ്ട് ഫീലിങ്സ് ഒക്കെ കാണിച്ചു കേട്ടോ. ലുക്ക് ചെയ്യുന്നുണ്ട് നോക്കട്ടോ. ഉണ്ട്
നമ്മളെ ചേസ് ഇടൂ മറ്റേത് റൗണ്ട് കോടുണ്ട് നമുക്ക് എന്ത് കളർ വേണമെങ്കിൽ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ ഷാർപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? കുറച്ച് വെറൈറ്റി വേറെ കയറും നമ്മൾ സംഭവം നമ്മൾ നൈസായിട്ട് തകർത്തില്ലേ. ഇനിയും കുറേ ലൈറ്റുകൾ ഇവിടെ മേലെ ടോപ്പിലൊക്കെ ആയിട്ട് കയറി കേട്ടോ. ഇത്രയും കാര്യങ്ങളും ഈയടാ മോനെ. അപ്പം നമ്മൾ പോവുകയാണ്, വീണ്ടും ദുബായിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ദുബായി പോലെ ബൈ. ഇനിയാ നമ്മൾ വരിക ഇനി ഇല്ല മാക്സിമം ലൈക്ക് 2 days. നാളെ തന്നെ ഇനി വീണ്ടും വരുന്നതുകൊണ്ട് വേറെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബായ് ടാറ്റാ ബായ്സ്. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിനോട് അങ്ങനെ വിട പറയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെ കിടന്നാവോ? അതെ കിടന്ന ആള്. ഞാൻ ഇവിടെ എൻ്റെ ബെഡൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കഴിക്കുന്നു. എന്നാലും വിശപ്പ് മാറാതെ വിരലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്. അപ്പോൾ നോക്കി ഇവിടുന്ന് പുറത്ത് നല്ല വൈബ്. ഹായ് നീലക്കളർ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പോണ് നേരെ ദുബായ്. ടാറ്റാ.